ആസാമിൽ പബ്ബുകളിൽ കയറി നൃത്തം ചെയ്യുന്ന IAS-കാരിയെ വിജിലൻസ് പോലീസ് അറസ്റ്റ് ചെയ്തു. 2019 ബാച്ചുകാരിയായ IAS ഓഫീസറാണ് അബൂർ ബോറ എന്ന ചെറുപ്പക്കാരി. അവർ പബ്ബുകളിൽ കയറി നൃത്തം ചെയ്യുകയും വാരിക്കോരി പണം ചെലവാക്കുന്നതൊക്കെ കണ്ടു. മദ്യം കഴിക്കുകയും മദ്യം പാർട്ടികൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് അവിടുത്തെ വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെ പിന്തുടർന്നുകൊണ്ടിരുന്ന വിജിലൻസ് 6 മാസമായി അവർ നിരീക്ഷണത്തിലായിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് ഇവരെ പിടിച്ചത്. മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഒരു പ്രത്യേക വിജിലൻസ് സ്ക്വാഡുണ്ട് ആസാമിൽ. അവരുടെ ശ്രദ്ധയിൽ പെട്ടു ഈ IAS-കാരിയുടെ നീക്കങ്ങൾ. അവരുടെ വീട് പരിശോധിച്ചു. ഗുവാഹത്തിയിലെ അവരുടെ വസതി പരിശോധിച്ചപ്പം 2 കോടി രൂപയുടെ സ്വർണവും ക്യാഷും മാത്രം അവിടെ നിന്ന് ലഭിച്ചു. പിന്നീട് അവർക്ക് മറ്റൊരു വീടുണ്ടെന്ന് മനസ്സിലാക്കി. മാർപ്പേട്ടയിലെ ആ മറ്റൊരു വീട്ടിലും ഇമ്മീഡിയറ്റായിട്ട് റെയ്ഡ് നടത്തി. ആ വീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും ലഭിച്ചു. 2019 സർവീസിൽ കയറിയ IAS-കാരി ഇവർ 6 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും വലിയ പണം സമ്പാദിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. 2 കോടി രൂപയുടെ സ്വർണവും ക്യാഷും മാത്രം ഒരു വസതിയിൽ നിന്ന് മറ്റൊരു സ്ഥലത്ത് നിന്ന് 10 ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു. പിന്നാലെ അവർ ഒരു കൈക്കൂലി കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിലുൾപ്പെട്ട പണവും അവരുടെ വസതിയിൽ നിന്ന് പിടിച്ചെടുത്തു പ്രത്യേകമായിട്ട്. അത് തന്നെയല്ല, അവരുടെ ഒരു സുഹൃത്ത് ലാത് മണ്ഡൽ എന്ന് പറഞ്ഞ ഒരാളുടെ പേരിൽ കുറേയധികം ഭൂമി വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നു. അതും വിജിലൻസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2023 ബാർപേട്ടയിലെ സർക്കിൾ ഓഫീസർ, റവന്യൂ സർക്കിൾ ഓഫീസായ ഇവർ. അതിന് മുമ്പ് അവർ കാംരൂപ് ജില്ലയിലാണ് റവന്യൂ സർക്കിൾ ഓഫീസറായിട്ട് അവരെ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് 2019. അതിനുശേഷം അവർ 2023 ഏറ്റവും വലിയ സർക്കിളായ ബാർപേട്ടയിലെ റവന്യൂ സർക്കിളിൻ്റെ ചാർജായി. എല്ലാ സ്ഥലത്തു നിന്നും പണം ഒഴുകി അവരിലേക്ക്. അവരത് വാങ്ങിച്ച് അവരുടെ വീടുകളിൽ സൂക്ഷിച്ചു. പണം സൂക്ഷിക്കാൻ മറ്റൊരു വീട് അവർ സ്വന്തമായിട്ട് വാടകയ്ക്കെടുത്തു. അവിടെയും കുറേ പണം സൂക്ഷിച്ചു. റവന്യൂ ഓഫീസറാണ്, IAS-കാരിയാണ്. 6 വർഷം കൊണ്ട് ഇത്ര ബൃഹത്തായ സ്വത്ത് എങ്ങനെ സമ്പാദിച്ചു എന്നാണ് മനസ്സിലാകാത്തത്. അവർക്കൊരു കൂസലുമില്ല. എല്ലാ പബ്ബുകളിലും പോകും. അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളോടൊപ്പം നൃത്തം ചെയ്യും, മദ്യപിക്കും, വലിയ പാർട്ടികൾ നടത്തും. അതിനുള്ള പണം അവർ തന്നെ കൊടുക്കും. കാരണം പണം അതുപോലെ അവരുടെ കയ്യിലുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ കാര്യം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് തന്നെയാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരെ റിമാൻഡ് ചെയ്ത് കഴിഞ്ഞു. അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് കഴിഞ്ഞു. അവരെ പിടിച്ചെടുത്ത് കൂടാതെ അവർക്ക് എവിടെയെല്ലാം സ്വത്തുക്കൾ വാരിക്കൂടിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബാർപേട്ടയിലെ മറ്റൊരു വസതി ഇവരെങ്ങനെ എന്തിന് കരസ്ഥമാക്കി എന്ന്, കാരണം ഇവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവരാണ്. ബാർപേട്ടയിൽ മറ്റൊരു വീട് എടുത്തിരിക്കുന്നത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അവിടെ റെയ്ഡ് ചെയ്തപ്പോഴാണ് അവിടെയും 10 ലക്ഷം രൂപ കെട്ടി അടുക്കി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടത്. ഏതായാലും ഇങ്ങനെയുള്ള IAS-കാർക്ക് അവർ സെൻട്രൽ IAS-ൻ്റെ അവരുടെ ഡിസിപ്ലിൻ്റെ പരിധിയിൽ ജീവിക്കേണ്ടവർ ഈ രീതിയിൽ എങ്ങനെയാണ് ഇതുപോലെ IAS കിട്ടി, പ്രത്യേകിച്ച് വളരെ ജൂനിയറായ ഓഫീസർ ഇങ്ങനെ പെരുമാറുന്നത്? ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് അവർക്കില്ല. IAS-ൻ്റെ മഹിമ എന്താണെന്ന് അവർക്കറിയില്ല. അവർ നൃത്തം ചവിട്ടുകയും ബാറിലും അല്ലെ പബ്ബുകളിലും പോയി കുടിക്കുകയും ചെയ്യുന്ന ഒരു IAS-കാരിയായിട്ട് തീർച്ചയായിട്ടും അവരെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. അതിലേക്കുള്ള നടപടി വരും എന്നെനിക്ക് തോന്നുന്നു. കാരണം അവിടുത്തെ മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് തന്നെയാണ് ഇവരെപ്പറ്റി മോശം അഭിപ്രായം ഉണ്ടായപ്പോഴും ഇവർ പണം സമ്പാദിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ വീടുകൾ ഒക്കെ രഹസ്യമായിട്ട് കണ്ടെത്തി അവിടെ റെയ്ഡ് നടത്തിയത്. ഏതായാലും റവന്യൂ ഉദ്യോഗസ്ഥരെ നമ്മൾ IAS IPS ഒക്കെ കിട്ടിയവരെ നമ്മൾ ബഹുമാനിക്കും. പക്ഷേ ഈ രീതിയിലുള്ള പ്രവൃത്തികൾ അവർ ചെയ്യുന്നത്, ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പോസ്റ്റിലേക്ക് അവർ വരുന്നത് പണമുണ്ടാക്കാനാണ്, അവർക്ക് ജീവിതം ആഹ്ലാദിക്കാനാണ് എന്നൊക്കെയാണ് അവർ കരുതുന്നത്. പ്രത്യേകിച്ച് അവർ റവന്യൂവിൽ ഇരുന്നാണ് ഇത്രയും പണം ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതുപോലുള്ള ഓഫീസേഴ്സിനും ഇന്ത്യയിൽ അവകാശമില്ല. ഇന്ത്യയിൽ അവർക്ക് ജോലിയുടെ ആവശ്യമില്ല.
ഇങ്ങനെയുള്ള നേരത്തെ പൂനെയിലുള്ള ഒരു IAS-കാരിയെ നേരത്തെ പിരിച്ചുവിട്ടു. ഇവരുടെ ധാരണ IAS കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ ആരും തൊടില്ല, ഇവരെ ആരും പിരിച്ചുവിടില്ല എന്നൊക്കെയാണ് കരുതുന്നത്. എന്തായാലും കോൺട്രാക്ട് റൂൾ മോശമായി. ഇവരിപ്പം സസ്പെൻഷനായി. ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരിനി ജാമ്യത്തിൽ ഇറങ്ങി വന്ന് കേസ് നടത്തുകയായിരിക്കും അവരുടെ ഇനിയുള്ള നീക്കം. കാരണം അവരിനി സർവീസിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്.